ആ സ്ത്രീ ആരാണെന്നോ അവരെന്തിനാ താങ്കളെ വിളിച്ചതെന്നോ എനിക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ്. ഞാനൊരു വൈദ്യൻ മാത്രമല്ല, എനിക്ക് മറ്റു ചില ജോലികൾ കൂടിയുണ്ട്. എന്തു ജോലി? അതൊക്കെ ഇനി കാണുമ്പോൾ വിശദമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് അല്പം ധൃതിയുണ്ട്. ഒരു കാര്യത്തിൽ താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം. താങ്കൾക്കും കുടുംബത്തിനും ഒരപകടവും ഞാൻ കാരണം ഉണ്ടാവില്ല, ഉറപ്പ്. ശരി. ഹലോ മോളെ, അങ്കിളിനൊരു അബദ്ധം പറ്റി. എന്തു പറ്റി അങ്കിളെ? അപ്രതീക്ഷിതമായി മോളുടെ ഭർത്താവിന്റെ അച്ഛനോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ സംശയങ്ങളുണ്ട്. അത് അദ്ദേഹം എന്നോട് ചോദിക്കുകയും ചെയ്തു. അച്ഛൻ എന്തൊക്കെയാ ചോദിച്ചത്? എന്തായാലും ഒന്ന് വിട്ടു പറയാതിരുന്ന നന്നായി. തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ. പറയേണ്ട സമയത്ത് ഞാൻ തന്നെ അച്ഛനോട് എല്ലാം പറഞ്ഞോളാം. ഓ ശരി മോളെ. ശരി. നാളെ രാവിലെ ഏട്ടൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വരില്ലേ? അവര് വലിയ പ്രതീക്ഷയിലാ വന്ന് വിളിച്ചിട്ട് പോയത്. ചെന്നില്ലെങ്കിൽ അത് മോശമാവും. ഞാൻ അവരോട് ചെല്ലാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തെറ്റിക്കില്ല. പക്ഷേ അധിക സമയം ഞാൻ അവിടെ നിൽക്കില്ല. ഉദ്ഘാടനം ചെയ്ത ഉടൻ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിടും. അത് മതി. ഏട്ടൻ ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നത് എനിക്കും ബുദ്ധിമുട്ടാ. ആഹാ, അത് ശരി. താൻ ആള് കൊള്ളാലോ. എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ തനിക്ക് അത്രയ്ക്ക് ധൃതിയാണോ? ആരെങ്കിലും എന്നെ കണ്ണുവയ്ക്കുമെന്ന് പേടിച്ചിട്ടാണോ? ഏട്ടാ, അതൊന്നും അല്ല. ഏട്ടൻ അവിടെ നിന്നാലേ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് നാണാവും. ആണോ? ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞാ എനിക്ക് പിന്നെ കണ്ണും മൂക്കും കാണില്ല. സകലത്തിനും കയറി അങ്ങ് മത്സരിച്ചു കളയും. അത് കുട്ടിക്കാലം മുതലേ ഉള്ള ശീലം. അത് ശരി. താൻ ആള് കൊള്ളാലോ. ഈ കുട്ടിക്കാലം മുതൽക്കേ താൻ എന്തൊക്കെ മത്സരത്തിലാ പങ്കെടുത്തിട്ടുള്ളത്? എല്ലാത്തിനും മത്സരിക്കാറുണ്ട്. തവളച്ചാട്ടം മുതൽ മരം കയറ്റം വരെ എന്തിനും ചേരും. എന്റെ പൊന്ന് ദൈവമേ, ഞാനൊരു മരംകേറി പെണ്ണിനെയാണല്ലോ കല്യാണം കഴിച്ചത്. സത്യത്തിൽ താൻ ഈ മരത്തിലൊക്കെ കയറിയിട്ടുണ്ടോ? പിന്നെ കുട്ടിക്കാലത്ത് അതിനെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ലും കിട്ടിയിട്ടുണ്ട്. ദേ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പറഞ്ഞേ, തന്റെ കുട്ടിക്കാലത്തെ ചട്ടപ്പിന്തരങ്ങളെ കുറിച്ച് പറയേ. ഒരു സംഭവം പറയാം. കൊച്ചുനാളിലെ മുത്തശ്ശിയും ഞാനും ഞങ്ങളുടെ നാട് വിട്ട് കുറേ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. അതൊരു നല്ല നാട്ടിൻപുറമായിരുന്നു. ഒരു സാധാരണ ഗ്രാമം. കാവും വയലും കുളവും മാവും ആഞ്ഞിലിച്ചക്കയും പേരമരങ്ങളും ഒക്കെ ഉള്ളൊരു ഗ്രാമം. ആഞ്ഞിലി മരത്തിന്റെ മുകളിൽ നിറയെ ആഞ്ഞിലിച്ചക്കകൾ പഴുത്ത് നല്ല മഞ്ഞ നിറത്തിൽ അങ്ങനെ കിടക്കുന്നത് ഏട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതൊന്ന് കാണേണ്ട കാഴ്ചയാ.
ആ മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പി കയറി ആഞ്ഞിലി ചക്ക ഇങ്ങനെ പറിച്ചെടുത്ത് അതിന്റെ തോല് പൊളിച്ച് നല്ല മഞ്ഞ നിറമുള്ള പഴുത്ത ആഞ്ഞിലിപ്പഴം ദേ ഇങ്ങനെ വായിലോട്ട് പിടിച്ച് ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു ഒരു വലിയ. ഓ, എന്തൊരു സ്വാദാന്നറിയോ? എന്താ ഇനി താനൊന്നും പറയണ്ട. എന്റെ കൺട്രോൾ അങ്ങ് പോവാ. ആ സ്വാദ് മുഴുവൻ എന്റെ നാവി കിട്ടി. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് കുട്ടികളെല്ലാം കൂടി ആഞ്ഞിലി മരത്തിന്റെ മുകളിലിരിക്കുമ്പോ ഒരു വടിയുമായിട്ട് മുത്തശ്ശി മരത്തിന്റെ താഴെ വന്ന് എന്നെ വിളിച്ചു. എന്നിട്ടെന്താ, മുത്തശ്ശിയുടെ വിരട്ടല് കേട്ട് പേടിച്ചു പോയ ഞാൻ കാല് തെറ്റി പൊത്തോന്നും പറഞ്ഞ് മുത്തശ്ശിയുടെ മുന്നിൽ തന്നെ വീണു. എന്നിട്ട് എന്ത് പറയണ, ആമ്പിള്ളാരുടെ കൂടെ മരത്തിൽ കയറുന്നോടിയെന്നും ചോദിച്ച് മുത്തശ്ശി എന്നെ പൊതിരെ തല്ലി. എന്തൊരു രസകരമായ കുട്ടിക്കാലമായിരുന്നു തനിക്ക്. എനിക്കിത്ര ഓർമ്മകളൊക്കെ തീരെ കുറവാ. വല്ല ഓണോ വിഷുവോ ഒക്കെ മാത്രം. ഒരു സദ്യ, പിന്നൊരു ട്രിപ്പ്, കൂടിപ്പോയ ഒരു കൈനീട്ടം. അതോടെ തീർന്നു എന്റെ ആഘോഷം. ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ ഓണത്തിനും നിറയെ പരിപാടിയാ. വലിയ മൈക്കൊക്കെ വെച്ച് കെട്ടി സ്റ്റേജൊക്കെ ഉണ്ടാക്കി പുലിക്കളിയും പൂക്കളവും തവളച്ചാട്ടവും ഓണത്തല്ലും കമുകിൻ കയറ്റവും പഴന്തേറ്റി മത്സരവും ഉറിയടിയും വടംവലിയും എല്ലാം ഉണ്ടാവും. പിന്നെ എന്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതെന്താ? ഗാട്ടാ ഗുസ്തി. ആർപ്പുവിളിയും ബഹളവും ഒരാഴ്ച ആഘോഷം തന്നെയാ. ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാമിനും ഉണ്ട് ആ മത്സരം. എന്ത് ഗാട്ടാ ഗുസ്തിയോ? അല്ല, പഴന്തേറ്റി മത്സരം. കഴിഞ്ഞ തവണ എനിക്കായിരുന്നു ഫസ്റ്റ്. താൻ എത്ര പഴം തിന്നു? ഒരു കൊലപ്പഴം മുഴുവനും തിന്നു. എന്റെ ദൈവമേ, താനൊരു സംഭവം തന്നെ. ഇതൊക്കെ കേട്ടപ്പോ നാളെ എനിക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നുക. അയ്യോ, അത് വേണ്ട. അതെന്താ? എനിക്ക് നാണം വരും. ഡോ, വെള്ളം തീർന്നല്ലോ. അയ്യോ, ഇങ്ങത്താ, ഞാനിപ്പോ കൊണ്ടുവരാവേ. ഏത് സ്ത്രീ? അതറിയില്ല. പേരും മറ്റു വിവരമൊന്നും അവർ പറഞ്ഞില്ല. പറഞ്ഞത് ഏറാടി വിധിയെ കുറിച്ചാ. എന്നെ കുറിച്ചോ? അവരെന്താ പറഞ്ഞത്? താങ്കൾ ഒരു വൈദ്യനല്ലെന്ന് അവർ പറഞ്ഞത്. ഞാനൊരു വൈദ്യം മാത്രമല്ല, എനിക്ക് മറ്റു ചില ജോലികൾ കൂടിയുണ്ട്. എന്തു ജോലി? അതൊക്കെ ഇനി കാണുമ്പോൾ വിശദമായിട്ട് ഞാൻ പറയാം. അച്ഛാ, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. ഓരോന്നാലോചിച്ചങ്ങനെ നിന്നുപോയി. അതെ, അച്ഛൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ അത്തപ്പൂക്കളിടാൻ എന്റെ കൂടെ വരേണ്ടതാ. അച്ഛാ, ഗൗരിക്കും നന്ദിനിക്കും പൂക്കൾ ഏർപ്പാടാക്കിയായിരുന്നോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ പോയി എടുത്താൽ മതി. എന്നാ പിന്നെ അച്ഛൻ നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ വെള്ളം എടുക്കാൻ വന്നത്.
എന്തൊക്കെ സംശയങ്ങളുണ്ട്. അദ്ദേഹം അത് എന്നോട് ചോദിക്കുകയും ചെയ്തു. അച്ഛൻ ഇതുവരെ പോയില്ലേ? ദേ, പ്രായം കുറയല്ല, കൂടുക. അത് ഓർമ്മ വേണം. ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് മതി രോഗങ്ങൾ വരാൻ. മോള് പൊയ്ക്കോ, ഞാൻ കിടന്നോളാം. അച്ഛൻ എന്താ പതിവില്ലാത്തൊരാലോചനയും ഉറക്കമില്ലായ്മയൊക്കെ? ഏയ്, ഒന്നുമില്ല. ശരി മോളെ, അച്ഛന് മോളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചാ അതൊരു അബദ്ധമാവുന്നുള്ള സംശയത്തിലച്ഛൻ. എന്താ അച്ഛാ? അച്ഛനെന്ന് മോളുടെ വൈദ്യനില്ലേ ഏറാടി, അയാളെ കണ്ടിരുന്നു. ചില കാര്യങ്ങൾ അയാളോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛനിപ്പോ ശരിക്കും ഒരു സംശയത്തില. എന്താ അച്ഛന്റെ സംശയം? മോളെ, ശരിക്കും അയാളൊരു വൈദ്യൻ തന്നെയാണോ? അയാളുടെ ശരീരഭാഷയിൽ എവിടെയോ ഒരു കള്ളത്തരം ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊരു തോന്നല്. മോൾക്ക് എന്താ തോന്നുന്നേ? മോൾക്കാരാ അയാളെ പരിചയപ്പെടുത്തി തന്നെ? അതൊരു കൂട്ടുകാരി അച്ഛാ. ഏത് കൂട്ടുകാരി? അത് പിന്നെ പറഞ്ഞ അച്ഛൻ അറിയില്ല. എന്റെ കൂടെ പഠിച്ച ഗ്രേസിയാ അയാളെ പരിചയപ്പെടുത്തി തന്നത്. ഓ, ഗ്രേസി. ശരി, മോള് പോയി കിടന്നോ. അച്ഛൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ, പോകുന്നില്ലേ? ആ, പോവാ. ഹലോ. ഹലോ മോളെ, ഇത് ഞാനാ. ആരാ? മനസ്സിലായില്ല. അയ്യോ, സാറായിരുന്നോ? ഇത് ഞാനാ, ഏറാടി വൈദ്യര്. ഓ, നിങ്ങളോ? നിങ്ങളെന്താ ഈ രാത്രിയിൽ? എന്ത് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ രാത്രിയിൽ വിളിക്കുന്നത് മോശം. അല്ല സാറേ, ഞാനൊരു പാവം വൈദ്യരാ. എനിക്ക് സ്വാതിമോളോടൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. ഈ മരുന്നിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാ. എന്ത് മരുന്നിന്റെ കാര്യമായാലും നിങ്ങൾ രാവിലെ വിളിച്ചാൽ മതി. ഏട്ടാ, ആരാ? ഏറാടി വൈദ്യരാണോ? ആ, അതെ. ഞാൻ കുറച്ചു മുമ്പേ ഏറാടി വൈദ്യരെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതായിരിക്കും ഇപ്പൊ തിരിച്ചു വിളിച്ചത്. ഇങ്ങത്താ, ഞാൻ സംസാരിക്കാം. ഹലോ വൈദ്യരെ. മോളെ, ഞാൻ ഏറാടിയങ്ങളാ. ആ, മനസ്സിലായി, പറഞ്ഞോളൂ. മോളെ, ഞാൻ വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ വൈദ്യരെ? വഴിയിൽ വെച്ച് ഇന്ന് ആ സുധീന്ദ്രൻ എന്നെ ഭീഷണിപ്പെടുത്തി. ആ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകരുത്. ഇനിയും വൈകിയാൽ ആ കുട്ടികളെ അവൻ ആർക്കെങ്കിലും വിൽക്കും. അത്രയ്ക്ക് ക്രൂരനാ, ആരോടും ദയയില്ലാത്തവനാ. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം, ഒക്കെ ശരിയാവും.
രണ്ട് പാവം കുട്ടികളാ. ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത പാവങ്ങളാ. എനിക്കറിയാം. എന്തായാലും വൈദ്യര് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. അത് മതി മോളെ. മോളുടെ അനിയത്തിമാരാ, അത് മോള് മറക്കരുത്. എന്തെങ്കിലും ചെയ്യണം മോളെ, എത്രയും വേഗം. ശരി, ഞാൻ നോക്കിക്കോളാം വൈദ്യരെ. വയ്ക്കട്ടെ. ശരി മോളെ. എന്തിനാണോ ആ വൈദ്യർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത്? അത് മരുന്നിന്റെ കാര്യം പറയാനാ. അതിന് പകല് വിളിച്ചാ പോരെ? അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. ഒരു പ്രായമുള്ള ആളല്ലേ, എന്തെങ്കിലും ഓർക്കുമ്പോഴായിരിക്കും ഈ വിളിക്കുന്നത്. ചിലപ്പോ അതങ്ങ് മറക്കും. ഓ, സാധാരണ വൈദ്യന്മാർക്കൊക്കെ നല്ല ഓർമ്മശക്തിയല്ലേ? ഓർമ്മയില്ലാതെ പിന്നെങ്ങനെയാ ഈ പേഷ്യൻസിനെയൊക്കെ ചികിത്സിക്കുന്നത്? വല്ല മരുന്നും മാറിക്കൊടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ? ഒന്ന് പോയേട്ടാ, കളിയാക്കാതെ. അല്ല, നമുക്ക് ഈ വൈദ്യന്റെ മരുന്ന് തന്നെ വേണോ? ഏതെങ്കിലും ഒരു എക്സ്പെർട്ട് ഡോക്ടറിന്റെ ഒപ്പീനിയൻ നോക്കിയാലോ? അതൊന്നും വേണ്ട ഏട്ടാ, ആയുർവേദവും നല്ലത്. എനിക്കത് മതി. സമയം കുറയായി, കിടക്കാം. ഇങ്ങത്താ. ആഹാ, മോള് രാവിലെ തന്നെ അമ്പലത്തിൽ പോയോ? ഇത് സാധാരണ പതിവില്ലാത്തതാണല്ലോ, പിന്നെ എന്തു പറ്റി? ഇന്ന് ഓണാഘോഷത്തിന്റെ മത്സരങ്ങൾ തുടങ്ങിയല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കെന്ന് വിചാരിച്ചു. എന്തിന്? ഈ മത്സരത്തിൽ ജയിക്കാനോ? കൊള്ളാം. ഇതെന്താ വല്ല ചാമ്പ്യൻഷിപ്പ് ആണോ? നേർച്ചയൊക്കെ നേർന്ന് മത്സരിക്കാൻ? കഴിഞ്ഞ കൊല്ലത്തെ വലിയ ചാമ്പ്യനോടല്ലേ ഇത്തവണ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാ ഇതിന് ഇത്ര ഗൗരവത്തോട് കാണുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ദേ, നിങ്ങൾക്ക് അത്തപ്പൂക്കൾ ഇടാനുള്ള പൂവ് വരെ അവള് പറഞ്ഞിട്ടാ ഞാൻ പോയി ഏർപ്പാടാക്കിയത്. ഓ, അത് ശരി. എന്നിട്ട് ഇതുവരെ വല്യച്ഛൻ എന്നോടത് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നലെ തന്നെ നന്ദിനോടത് പറഞ്ഞിരുന്നല്ലോ. അവള് നിന്നോട് പറഞ്ഞില്ലേ? അയ്യോ വല്യച്ഛ, ഞാനിത് മറന്നു. ഇന്നലെ തന്നെ വല്യച്ഛൻ എന്നോട് ഇത് പറഞ്ഞതാ ഗൗരിച്ചി. ഓ, അതിന്റെ ഒന്നും കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കള് രാജീവേട്ടൻ സമയത്ത് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചോളും. ഓഹോ, ഓഡിറ്റോറിയത്തിനകത്താണോ ആഘോഷം? അതെ, ചിലപ്പോ മഴ പെയ്താലൊന്ന് പേടിച്ചിട്ടാ. ആ, അതെന്തായാലും നന്നായി. അല്ല മോളെ, അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത പൂ വേണ്ടേ? അതും ഇരുന്നോട്ടെ വല്യച്ഛ. പൂക്കൾ എത്ര ഉണ്ടായാലും അത് നല്ലതല്ലേ. എന്നാ വേഗം പോയി റെഡിയാവ്. ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ സമയമായി. ഞാൻ ആ കടക്കാരനെ വിളിച്ച് പൂക്കൾ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കട്ടെ. ശരി വല്യച്ഛ. ഗൗരിച്ചി, നേർച്ചയെല്ലാം നടത്തിയോ? എല്ലാം നടത്തി. അവൾക്ക് ഒരു സമ്മാനവും കിട്ടില്ലെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതെ, അവളുടെ പൂക്കളത്തിന്റെ ഡിസൈൻ നമ്മൾ അടിച്ചു മാറ്റിന്ന് അവൾ അറിഞ്ഞില്ലല്ലോ. ഇല്ല, ഒന്നും അറിയാതെ പാവം നമ്മുടെ ആനക്കുട്ടി ആ ഡിസൈൻ പൂക്കൾ ഇടാൻ മുകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാനത് അസോസിയേഷന്റെ ഓണാഘോഷ കമ്മിറ്റിയിൽ പോയി നമ്മളെ കളായിട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഇനി ആ പൂക്കൾ ഇടാനേ അവൾക്ക് പറ്റില്ല. ഓ, പൊളിച്ച എന്റെ ഗൗരിച്ചി, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. കുശുമ്പിനും കുന്നായ്മയ്ക്കും ഒരു രാജ്ഞി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാ. ദേ, അതിനിടെ കൂടെ എനിക്കിട്ട് തോണ്ടല്ലേ. മുടിക്ക് കുത്തിപ്പിടിച്ചേ ഈ മോന്ത പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് ഉരച്ചു വെച്ചിരു ഞാൻ. അവളുടെ രൂപമാ. ഓ, ഈ ഗൗരിച്ചിയുടെ ഒരു കാര്യം, ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാ. അങ്ങനെ ഇപ്പോഴേ എന്നെ ഊളാക്കി നീ തമാശ എഴുന്നള്ളിക്ക് നിൽക്കണ്ട കേട്ടോ. അയ്യോ ഇല്ല, നിർത്തി. എന്തായാലും ഇന്ന് ഓണാഘോഷ സ്ഥലത്ത് ചെല്ലുമ്പോ ഈ ഡിസൈൻ വെച്ച് പൂക്കളം പറ്റില്ലെന്ന് അസോസിയേഷൻകാര് സ്വാതിയേച്ചോട് പറയും. അന്നേരം ഒന്നും ചെയ്യാൻ പറ്റാതെ വായും പൊളിച്ചുള്ള അവരുടെ ഒരു നിൽപ്പുണ്ടല്ലോ, അത് മാത്രം കണ്ടാ മതി ഈ ഓണം കെങ്കേമാവാൻ. അയ്യോ, ദേ നീ ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ കയ്യില് രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. അയ്യോ എന്റെ ഈശ്വരാ, അവള് തോറ്റു തുന്നുമാടി നാണം കെട്ടി നിൽക്കുന്ന ആ നിമിഷം അത് മാത്രം നീ ഒന്ന് കാണിച്ചു തരണേ. സമയം പോന്നു, നമുക്ക് റെഡിയാവാം. വാ. സ്വാതി,